ഈ ദൈവവിശ്വാസമുള്ള കച്ചവടത്തിന്റെ ഏറ്റവും നല്ല മുതൽക്കൂട്ട് എന്ന് കണ്ടിട്ടുണ്ട്. അമ്പലച്ചെത്തിയായി ഇപ്പൊ 360. അതിന്റെ പ്രത്യേകത 365 ദിവസം പൂവുണ്ടാവും. അമ്പലത്തിൽ എന്നും പൂവുകയാണ്. ആ ഒരു വിശ്വാസമാണ് അതിന് ആ പേരിലേക്ക് കൊണ്ടുവന്നത്. അമ്പലച്ചെത്തി. ഇത് കോസ്റ്റസ് എന്നാണ് ഇതിന്റെ പേര്. ഈ ഒരു മുട്ടുകളായി ഇതിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും. ഇതിന്റെ റീപ്രൊഡക്ഷൻ ഇതിൽ നിന്നും നടക്കും. അടിയിന്ന് കമ്പ് വരുന്നത് മാത്രമല്ല, ഇതിന്ന് തന്നെ അതിന്റെ ചെടികൾ മുളയ്ക്കുന്ന ഒരു പ്രത്യേകതയാണ്. ജെട്രോഫ എന്ന് പറഞ്ഞ വളരെ മനോഹരമായി തീയുടെ കളറിൽ ഇങ്ങോട്ട് കയറി വരും. ഡേ ആഫ്റ്റർ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ചെടിയാണിത്. ഒരു 2 ദിവസമാണ് ഒരു പൂവിന് ആയുസുള്ളത്. ഒരു ദിവസം വയലറ്റ് ആയിട്ട് വിരിയും, പിറ്റേ ദിവസം അത് വെള്ള കളറിലേക്ക് മാറും, 3-ാമത്തെ ദിവസം അത് കൊഴിഞ്ഞു. വിവിധ കളറിൽ ചെമ്പരത്തികൾ ഏതാണ്ട് 40-50 കളറോളം ചെമ്പരത്തികളാണ് നമ്മുടെ ഉണ്ടാവുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 5-6 കളറാണ്. ഇതൊരു വർഷത്തിൽ 4-5 പ്രാവശ്യം പൂക്കും. പൂക്കുന്ന സമയത്ത് ആ ചെടിക്ക് ഒരു ഭ്രാന്താണ്. അതുപോലെ പൂക്കും. നല്ലോണം പൂക്കുന്നതാണ്. 150 രൂപ റേഞ്ചിലാണ് അത് കൊടുക്കുന്നത്. മുസാന്തകളുണ്ട്, ചോപ്പും വെള്ളയും. ചോപ്പിന് 300 രൂപ വരും, വെള്ള 120 രൂപയ്ക്ക് വെള്ള. ഇതിപ്പോ ഒരെണ്ണം പഴുത്തു തുടങ്ങണു. പിന്നെ പല റേഞ്ചിലുള്ളതുണ്ട്. ഇപ്പൊ അത് നോക്കിയാൽ ചിലപ്പോ പൂവും കാണും. അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള കായങ്ങൾ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് കളറിലുള്ള ലുട്ടിയ. കലാത്തിയ ലുട്ടിയയില് റെഡ്, അടിവശം റെഡും മോൾവശം പച്ചയായിട്ടുള്ള ചെടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ലുട്ടിയയ്ക്ക് പറഞ്ഞ അതേ ഗുണങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഈ പ്ലാന്റിന്റെ വില 700 രൂപയാണ് ഇതിന്റെ വില. പിന്നെ അതേ ഇനത്തിൽ തന്നെ പെടുന്ന ഒരു റെഡ് കലാത്തിയ എന്ന് പറയും. പക്ഷെ ഇത് വലുതാവുന്നതല്ല, ഇത് ചെറുതാണ്. 150 രൂപയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇത് ഇത്രയാണ് ഇതിന്റെ പരമാവധി ഉയരം. ആ ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇതെന്ത് ചെടിയായിരുന്നു? ഇത് ബൊഗീനിയ. നമ്മൾ നേരത്തെ അവിടെ കണ്ടതാണ്. അതാ സെറ്റില് ഇത് സെറ്റ് ചെയ്ത് വെച്ചാണത്. ഇത് 750 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് മരമുല്ലയാണ് ഇതിലേക്ക് കയറ്റി വരുന്നത്. മരമുല്ല നവംബർ, ഡിസംബർ, ജനുവരി 3 മാസങ്ങളിൽ പൂവുണ്ടാവുന്ന ചെടിയാണ് മരമുല്ല. ആ ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇതിനും ആ ഒരു 750 റേറ്റ് ഒക്കെ പറഞ്ഞത് ബൊഗീനിയ. പിന്നെ ഇതെന്തായിരുന്നു ഈ ഒരു സംഭവം? ഇത് ഡിക്കോള പാം എന്ന് പറയും. സാധാരണ വീടുകളുടെ മുന്നിൽ ഈ നല്ല ഗാർഡനിലൊക്കെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന, മണ്ണിലേക്ക് വെച്ചാൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. പക്ഷെ ചട്ടിയിൽ വേണമെങ്കിൽ എത്രയോ നാളുകൾ നിയന്ത്രിച്ച് വില നിർത്താവുന്ന, അതിന്റെ വളർച്ചനെ നിയന്ത്രിക്കാൻ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ചെത്തികളാണ്. വിവിധ തരത്തിലുള്ള കളറുള്ള ചെത്തികളുണ്ട്. ഇവിടെ പല ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ പൂട്ടൊക്കെ നല്ല അടിപൊളി ചെത്തികളാണ്. ഇതൊക്കെ എത്രയൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ്? ഇത് 575 രൂപ. ഈ ചട്ടിയിലാക്കിയ ചെടികൾ 575 രൂപയുടെയാണ്. പിന്നെ അത് 100 രൂപയുടെ ഉണ്ട്, 150 രൂപയുടെ ഉണ്ട്, 375 രൂപയുടെ ഉണ്ട്. അത് നാടൻ ചെത്തികളാണ് 350 രൂപ. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം അതുമോ പൂക്കുള്ളൂ. എന്നാൽ ഈ ചുവന്ന ചെത്തികൾ 365 ദിവസവും പൂവുണ്ടാവുന്ന. ഇപ്പൊ അതിന്റെ പേര് നേരത്തെ വന്നിരുന്നത് ഒക്കെ മാറി. മറ്റേത് ആഫ്രിക്കൻ ചെത്തി എന്നൊക്കെ പറഞ്ഞാൽ വന്നിരുന്നത്. ഇപ്പൊ വരുന്നത് അമ്പലച്ചെത്തി എന്നുള്ള പേരിലാണ്. കാരണം ഈ ദൈവവിശ്വാസമുള്ള കച്ചവടത്തിന്റെ ഏറ്റവും നല്ല മുതൽക്കൂട്ട് എന്ന് കണ്ടിട്ടുണ്ട്. അമ്പലച്ചെത്തിയായി ഇപ്പൊ 360. അതിന്റെ പ്രത്യേകത 365 ദിവസം പൂവുണ്ടാവും. അമ്പലത്തിൽ എന്നും പൂവ് വേണം. ആ ഒരു വിശ്വാസമാണ് അതിന് ആ പേരിലേക്ക് കൊണ്ടുവന്നത്. അമ്പലച്ചെത്തി. ആ ഒരു ടൈപ്പ് ചെത്തികളോടെയുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? ഇത് അലോക്കേഷ്യ എന്ന് പറയുന്ന ചേമ്പ് ഇനത്തിൽപ്പെടുന്ന ചെടികളാണ്. ഇത് നേരത്തെ പറഞ്ഞോണം ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന, ഇതിന്റെ 1 മീറ്റർ വരെ ഇലയ്ക്ക് വലിപ്പം വരുന്ന ചെടികളിൽ പെടുന്ന വലിയ ആ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് 250 രൂപയാണ്. സാധാരണ നഴ്സറികളിലൊക്കെ ഇതിന്റെ വില 500 രൂപയാണ്. ഞാൻ എൻ്റെ നഴ്സറിയിൽ വളർത്തിയെടുക്കുന്ന ചെടിയായതുകൊണ്ടാണ് ഈ 250 രൂപയ്ക്ക് എനിക്കിത് കൊടുക്കാൻ കഴിയും. ഇത് വാങ്ങി കൊടുക്കണം എന്ന് വെച്ചാൽ 500 രൂപ വരും. 500 രൂപ ആ ഒരു റേഞ്ച് വരും. പിന്നെ വലിയ പാമ്പുകള്, ഇതൊക്കെ അരിക്ക പാമ്പുകളല്ലേ? അല്ല, ഇത് വിച്ചിയ പാം എന്ന് പറയും. ഇത് വിച്ചിയ എയർലി, മിർച്ചി, മേരി ഗോൾഡ് എന്നൊക്കെ പറയും. ഇത് ഇല വലുതായി വരും തോറും അത് വന്ന് നാരുകൾ താഴോട്ട് വരും. ഇത് നല്ല മഞ്ഞ കളറിൽ ഇതിന്റെ ഉയരല്ല വയ്ക്കുക, കട ശരിക്കും വണ്ണം വെച്ച് വരുന്നതാണ്. മണ്ണിലേക്ക് നട്ടാലുള്ള ഒരു പ്രത്യേകത. നല്ല മഞ്ഞ കളറിൽ വരുന്നുണ്ട്. അതിന്റെ പച്ചയുണ്ട്.
ഇതൊക്കെ അതിൽ പെടുന്ന ചെടികളാണ്. ചെടികളാണ് പച്ച കേട്ടോ. കളറിൽ. അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ പല റേഞ്ചിലുള്ളതുണ്ട്. 200 രൂപയുടെ ഉണ്ട്, ഇത് 700 രൂപയുടെ. ഇത് പല റേഞ്ചിലാണ്. അത് 2500 രൂപയുടെ ആ വലിയ ചെടികൾ വരും. ഇതൊക്കെ 700 രൂപയാണ്. അങ്ങനെയാണ് ഇതിന്റെ റേറ്റുകൾ വരുന്നത്. ഇത് മഞ്ഞച്ചെത്തി വരുന്നതാണ്. മിക്കവാറും ഒരു വർഷത്തിൽ 4-5 പ്രാവശ്യം പൂക്കുന്ന ചെത്തിയാണ്. പൂക്കുമ്പോൾ നിറയെ പൂവായിട്ടാണ് വരിക. അത് വളരെ നല്ല വെറൈറ്റി ചെത്തികളിൽ ഒന്നാണ് ഇത്. ഈ താഴെ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ മിനി ചെത്തികൾ എന്ന് പറയും. വളരെ വില കുറവുള്ളൂ. 60 രൂപ മുതലാണ് അതിന്റെ റേഞ്ച് കയറി പോകുന്നത്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് 60 രൂപയാണ്. ഈ ചെറിയത് ചെറിയ പ്ലാന്റ് 400 രൂപ വരെയുള്ള ചെടികൾ ഉണ്ട് അതിൽ. അവിടെ ഉണ്ട് കേട്ടോ, ആ ഒരു ടൈപ്പ് ഉള്ളതുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേരെന്തായിരുന്നു? അത് ഹെലിക്കോണിയ വിഭാഗത്തിൽ പെടുന്ന ചെടികളാണ്. അത് പല തരത്തിലുള്ളതുണ്ട്. മഞ്ഞയുണ്ട്. വലിയ കൊലകളായിട്ടുള്ള ഒരു 300-350 രൂപ വീതം വില വരാവുന്ന തരത്തിലുള്ള ചെടികളുണ്ട്. ജൈന്റ് ഹെലിക്കോണിയ അപ്പൊ അങ്ങനെ പറയുന്ന കുറെ ഐറ്റംസ് ഉണ്ട് അതിൽ. വലിയ കൊല കുത്തിയിട്ട്. ഇതും ഹെലിക്കോണിയ തന്നെയല്ലേ? അല്ല, അത് വേറെ. ഇത് കോസ്റ്റസ് എന്നാണ് ഇതിന്റെ പേര്. ഈ ഒരു മുട്ടുകളായി ഇതിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും. ഇതിന്റെ റീപ്രൊഡക്ഷൻ ഇതിൽ നിന്ന് നടക്കും. അടിയിൽ നിന്ന് കമ്പ് വരുന്നത് മാത്രമല്ല, ഇതിൽ നിന്ന് തന്നെ അതിന്റെ ചെടികൾ മുളയ്ക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതെന്തായിരുന്നു ഈ ഒരു പൂവ്? ഇത് പേരെന്താണ്? ഇതിന്റെ പേര് ജെട്രോഫ. ജെട്രോഫ എന്ന് പറഞ്ഞ വളരെ മനോഹരമായി തീയുടെ കളറിൽ ഇങ്ങോട്ട് കയറി വരും. നല്ല വലിയ കൊലകളായിട്ട് നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന, എല്ലാ സമയത്തും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ജെട്രോഫ. ഇതിന് എത്ര റേറ്റ് വരുന്നത്? ഇതിന് 60 രൂപയുള്ളൂ. ഈ വലിയ ചെടിക്ക് 60. ഞാൻ ചെടി കൊണ്ടുവയ്ക്കുമ്പോൾ ഇടുന്ന വില ആ ബാച്ച് വിറ്റ് കഴിയുന്നത് വരെ അത് തന്നെയായിരിക്കും. ഈ നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എപ്പോഴും ഇങ്ങനെ വില മാറുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോ വീഡിയോ കണ്ടു വന്നാലും ഇവിടെ ആ ചെടി ഉണ്ടെങ്കിൽ ആ ഒരു റേറ്റിനായിരിക്കും ആളിവിടെ അത് കൊടുക്കണ്ടാവട്ടെ. പിന്നെ അടുത്തത് ഇതില് സൺഡേ മൺഡേ എന്ന് പറയുന്ന ഡേ ആഫ്റ്റർ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ചെടിയാണിത്. ഇതില്ലേ ഒരു 2 ദിവസമാണ് ഒരു പൂവിന് ആയുസുള്ളത്. ഒരു ദിവസം വയലറ്റ് ആയിട്ട് വിരിയും, പിറ്റേ ദിവസം അത് വെള്ള കളറിലേക്ക് മാറും, 3-ാമത്തെ ദിവസം അത് കൊഴിഞ്ഞു പോകും. പക്ഷെ എല്ലാ സമയത്തും പൂവുണ്ടായി നല്ല വാസനയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് സൺഡേ മൺഡേ. ഡേ ആഫ്റ്റർ ടുമാറോ എന്നൊക്കെ പറയും. ഇത് മറ്റേ ഹെലിക്കോണിയയിൽ തന്നെ പെടുന്ന ജൈന്റ് ഹെലിക്കോണിയകളാണ്. പൂവാണ് വളരെ കൊല. ഇതിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സെക്സി പിങ്ക് എന്ന് പറയുന്നത്, സെക്സി റെഡ് എന്ന് പറയുന്നതായിട്ടുള്ള വേറെ, അതിനൊക്കെ 300 രൂപയുടെ ഒക്കെ അടുത്ത റേഞ്ച് വരുന്നതാണ്. അല്ല, ഹെലിക്കോണിയയിൽ വളരെ മനോഹരമായ പൂക്കളാണ്. വലിയ കൊലകൾ ആയിട്ട് പൂക്കുന്ന ചെടികളാണ് ഹെലിക്കോണിയ വിഭാഗത്തിലുള്ളത്. പിന്നെ നമുക്ക് ആപ്പോട്ടെ ഒരു ഇത് ചെമ്പരത്തിയാണോ? ചെമ്പരത്തികൾ വെറൈറ്റി ചെമ്പരത്തികളാണല്ലോ. വിവിധ കളറിൽ ചെമ്പരത്തികൾ ഏതാണ്ട് 40-50 കളറോളം ചെമ്പരത്തികളാണ് നമ്മുടെ ഉണ്ടാവുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 5-6 കളറാണ് ഇവിടെ കിട്ടുന്നത്. ഇത് എത്ര റേറ്റ്? ഇതൊക്കെ 60 രൂപയ്ക്കാണ്. 60 രൂപ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ചെമ്പരത്തികൾ. ഇത് നിലത്ത് വെച്ചാൽ നല്ല രീതിക്ക് വളരില്ലേ? നന്നായിട്ട് വരും. നന്നായിട്ട്. ഇത് ട്രയാങ്കിൾ ഫൈക്കസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് നല്ല ചെടിയാണ്. വളരെ ഭംഗിയായിട്ട് പിരമിഡ് പോലെ അതിന്റെ ചെറിയ പ്ലാന്റുകൾ നിൽക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് വരുന്നതാണ്. 100 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഇരിക്കുന്നത് 100 രൂപയാണ്. ഈ കൊണ്ടുവച്ചാണ് 100 രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞ എന്റെ റേഞ്ച് ഒരേ തരത്തിൽ വരുന്നതാണ്. ഇതൊക്കെ എന്തായിരുന്നു? ഇത് മുല്ല വിഭാഗത്തിൽ പെടുന്ന മുല്ലാണ്. ഇത് കോയമ്പത്തൂർ മുല്ല എന്ന് പറയും. സാധാരണ മാല, കല്യാണ മാലയൊക്കെ കെട്ടുന്നതിന് ഉപയോഗിക്കുന്നതാണ് കോയമ്പത്തൂർ മുല്ല. നല്ല വളരെ മനോഹരമായ വാസനയുള്ള നല്ല ചെടിയാണ്. നല്ല ബ്രൈഡൽ ബൊക്കയുടെ ചെറിയ പ്ലാന്റ്. ഈ മഞ്ഞ ഏതായിരുന്നു? അത് കാസിയ എന്ന് പറയുന്ന ചെടിയാണ്. നല്ലോണം ഒരു വർഷത്തില് ഒരു 2-3 പ്രാവശ്യം പൂക്കും. അത് വളരെ ഭംഗിയായിട്ട് പൂക്കുന്ന ചെടിയാണ്. മഞ്ഞ കളറിൽ പൂക്കുന്ന സമയത്ത് നിറച്ച് പൂവായിട്ട് വരും. ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് റബ്ബർ പ്ലാന്റ് അല്ലേ? ഇത് റബ്ബർ പ്ലാന്റുകൾ. ഇത് 4-5 കളറുകളുണ്ട്. ഇത് ഒരു തരം. പിന്നെ ഇവിടെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട്. അതിന്റെ വലുതിന്റെ ആയാലും ചെറുതിന്റെ ആയാലും വില 120 രൂപയാണ് ഇതിന്റെ വിലയുള്ളത്. അതിന്റെ വില പറഞ്ഞ റബ്ബർ പ്ലാന്റ്. പിന്നെ കാറ്റ്സ് ക്ലോ ഉണ്ട് ഇവിടെ. കാറ്റ്സ് ക്ലോ ചെറുതാണോ? ഇത് എല്ലാം പൂവായ ചെടികളാണ്. കാറ്റ്സ് ക്ലോ മുഴുവൻ പൂക്കള് വിരിഞ്ഞു നിന്നിരുന്ന ചെടികളാണ്.
ഇതൊരു വർഷത്തിൽ 4-5 പ്രാവശ്യം പൂക്കും. പൂക്കും. പൂക്കുന്ന സമയത്ത് ആ ചെടിക്ക് ഒരു ഭ്രാന്താണ്, അതുപോലെ പൂക്കും. നല്ലോണം പൂക്കുന്നതാണ്. 150 രൂപ റേഞ്ചിലാണ് അത് കൊടുക്കുന്നത്. പിന്നെ അവിടെ കുറെ റെഡ് കളർ പൂക്കൾ നിൽക്കുന്നതാ. ഇത് പവിഴമുല്ല എന്ന് പറയുന്ന ഒരു വെറൈറ്റി പെടുന്നതാണ് ഇത്. ഇത് 80 രൂപയുള്ളൂ ഒരു ചെടിക്ക്. പിന്നെ ഇതൊക്കെ എല്ലാ ചെടികളായിട്ട് വളർത്തുന്ന എക്സ്കോളിമ, സഫാരി ഫൈക്കസ്, ഇത് ലില്ലി. ലില്ലി നല്ല മനോഹരമായ വെരിഗേറ്റഡ് ലില്ലിയാണിത്. ഇത് 75 രൂപ. അതിന്റെ സാധാരണ ഗ്രീനും വൈറ്റ് പൂവ് ഉണ്ടാവുന്നത് അത് 60 രൂപ. അതിന്റെ അപ്പുറത്ത് പെൻഡാനസ് എന്ന് പറയും. അറ്റത്തിരിക്കുന്നത് മുള്ളു പെൻഡാനസ്. മറ്റേ ഒരാളും കയറി കമ്പടിച്ചു കൊണ്ടുപോകാത്ത സാധനമാണ് അത്. കാരണം അതിന്റെ അടിയിൽ ചെറിയ മുള്ളുണ്ട്. മൃഗങ്ങളുടെ ഒന്നും ആട്, പശു ഇതൊന്നും അത് തിന്നില്ലേ, കാരണം ഈ മുള്ളുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ബോർഡറൊക്കെ കെട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ പോലും നമ്മുടെ വീടിന്റെ മതിലിന് പുറത്ത് പോലും നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ്. മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ സ്വയം രക്ഷപ്പെടുന്ന ഒരു ചെടിയാണ് മുള്ളു പെൻഡാനസ്. അതിന്റെ തന്നെ മുള്ളില്ലാത്ത ഇനമുണ്ട്. രണ്ടിനും വില 90 രൂപയാണ് ഒരു പ്ലാന്റിന്റെ വില വരുന്നത്. പിന്നെ ടെക്കോമകളുണ്ട്. വളരെ ഓറഞ്ച്, പിങ്ക്, മഞ്ഞ കളറിലൊക്കെ വരുന്ന ടെക്കോമകളാണ്. അതൊക്കെ 60 രൂപയാണ് ഒരു ചട്ടിയുടെ വില വരുന്നത്. ഇത് മറ്റേ ഗോൾഡൻ സൈപ്രസിന്റെ 100 രൂപയുടെ ചെറിയ ചെറുത് വാങ്ങിച്ചു വെക്കണവർക്ക്, താല്പര്യമുള്ളവർക്ക് ചെറുതിന്റെ. ഈ ഗോൾഡൻ സൈപ്രസ് നല്ല ഹൈറ്റ് എത്തി വരാണ്ട് എത്ര സമയം? ഹൈറ്റിൽ വരണമെങ്കിൽ വളരെ സമയം എടുക്കും. അതൊരു 10 അടിയൊക്കെ ഉയരത്തിൽ വരണമെങ്കിൽ ഒരു 5-8 കൊല്ലം എടുക്കും. 5-8 കൊല്ലം എടുക്കും. മണ്ണിൽ വെച്ചാൽ വേഗത്തിൽ വളർത്തിയെടുക്കാം. പക്ഷെ ചട്ടിയിലോ കവറിലോ വെച്ചാൽ വളരെ സാവധാനം അതിന്റെ വളർച്ച. ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് എന്റെ കയ്യിലുണ്ട്, ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്. അവിടെ തല അത് 2500 രൂപ റേഞ്ചിലുള്ള ചെടിയാണ്. ഒരു 15 അടി ഉയരത്തിലുള്ള ചെടിയാണ്. വലിയ കവറിൽ ക്രിസ്മസ് ട്രീ വാങ്ങണ്ട. എല്ലാ വർഷവും അത് ഉപയോഗിക്കാവുന്ന ഒരു ചെടി. അടിപൊളി സംഭവമാണ്. അത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഇരിക്കണത് അത് ഇത് എന്തായിരുന്നു? അത് കന്ന എന്ന് പറയുന്ന ചെടിയാണ്. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ധാരാളമായിട്ട് ഉണ്ടായിരുന്നതാണ് കന്ന. ഇത് പല കളറുകളിലുണ്ട്. വയലറ്റ് കളറിൽ. ഇതില് പൂക്കളും പല കളറിലുണ്ട്. മഞ്ഞയുണ്ട്, നല്ല ചുവപ്പുണ്ട്, ഈ മിക്സഡ് കളർ വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഇലയിൽ തന്നെ ബ്രൗൺ വരണോണം തന്നെ ഇതിന്റെ വെരിഗേറ്റഡ് ഇലയായിട്ടുള്ള വരകളുള്ള ഇലയുള്ള ആ ഇലകളുടെ പ്രത്യേകത ഉള്ളതുണ്ട്. പല കളറിൽ വരുന്നുണ്ട്. ആ ഒരു ടൈപ്പ് സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന ചെടിയാണ്. വളരെ മനോഹരമായി നിറഞ്ഞു പൂത്തു നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിപ്പോ പൂ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇതിനൊക്കെ അതേ മുട്ടിട്ട് വരുന്നുള്ളൂ. ഇത് വലിയ ചെറിയ ചെടികൾ 60 രൂപയും വലിയ ചെടികളുടെ വില 100 രൂപയാണ്. നിറയെ പൂ വരുന്ന കാവടി പോലെ പൂക്കുന്ന ഒരു ചെടികളാണ് ഇത്. പിന്നെ മുസാന്തകളുണ്ട്, ചുവപ്പും വെള്ളയും. ചുവപ്പിന് 300 രൂപ വരും. വെള്ള 120 രൂപയ്ക്ക് വെള്ള ചെടികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അത് ഓറഞ്ച് ആണ്. അത് ഇന്ത്യൻ മുസംബിയാണ്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുസംബിയാണ്. നല്ല ഇനത്തിൽപ്പെടുന്ന മുസംബിയാണത്. ഇത് ഓൾ സീസൺ ആണ്. എല്ലാ സമയത്തും 12 മാസം ഇതുമ്മ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ഒരെണ്ണം പഴുത്തു തുടങ്ങണു. പിന്നെ പല റേഞ്ചിലുള്ളതുണ്ട്. ഇപ്പൊ അത് നോക്കിയാൽ ചിലപ്പോ പൂവും കാണുന്നത്. അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള കായങ്ങൾ. ഇതിനൊക്കെ എത്ര റേറ്റ്? ഇത് 6000. ഈ ചട്ടി അടക്കം സെറ്റ് ചെയ്ത് 6500 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇതൊരു 10 കൊല്ലം ഈ ചട്ടിയിൽ ഇരിക്കും. പക്ഷെ ചട്ടിയല്ല നല്ലത്, മണ്ണിലേക്ക് വെച്ചാൽ ഇതിന്റെ ഇരട്ടി കായ ഉണ്ടാവും. എല്ലാ സമയത്തും കായ ഉണ്ടാവും. അതാണ് ഈ ചെടിക്കുള്ള, ഇന്ത്യൻ മുസംബിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സമയങ്ങളിലും കായ ഉണ്ടാവുന്നത്. ഇന്ത്യൻ മുസംബി ഇവിടെ അവൈലബിൾ ആയിട്ട് നല്ല വളരെ സോഫ്റ്റ് ആണ്. ഇത് ഞെക്കി നോക്കിയാൽ നമുക്കറിയാം അതിന്റെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അതുണ്ട് ഇവിടെ. റോസുകള് നല്ല ഇതിന്റെ മഴ വല്ലാണ്ട് പിടിച്ച കാരണം കൊണ്ടാണ് റോസ് ഈ രൂപത്തിലിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് സമയത്തും പൂവുണ്ടാവുന്ന തരത്തിൽപ്പെടുന്ന റോസുകളാണ്. ഇത് കാശ്മീരി റോസ്, അതാണ് ഇതിന്റെ പേര് പറയുന്നത്. എല്ലാ സമയത്തും അതുമ്പോൾ പൂവുണ്ടാവും. അല്ല, സംരക്ഷണം ഇതിന് വലിയ ശ്രദ്ധ വേണ്ടാത്ത, എന്നാൽ മഴയത്തിരുന്നാൽ കേട്, വെള്ളത്തിന്റെ ശല്യം അധികമായാൽ ശല്യമാവുന്ന ഒരു സാധനം. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 365 ദിവസവും പൂവുണ്ടാവുന്നതാണ് കാശ്മീർ റോസുകൾ. ഈ ബ്രൈഡൽ ബൊക്കെ ഉണ്ടല്ലോ, നമ്മള്
മഴയത്താണോ അങ്ങനെ? അതിന് എന്തായാലും കുഴപ്പമില്ല, മഴയത്ത് നിന്നോളും. അത് അല്ലാത്ത സ്ഥലത്തും അത് നിൽക്കുന്ന ഒരു ചെടിയാണ്. വല്ല മരത്തുമ്മയോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ PVC പൈപ്പുമോ കയറ് കെട്ടി അതുമൊക്കെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല, അതാണ് ബൊക്ക, വലിയ ബൊക്കയായിട്ട് അത് നിൽക്കും. ഓരോ വലിയ കൊലകള്, നല്ല വലിയ കൊലകളാണ്. 365 ദിവസം ആ പൂവും അതിന്റെ ഗുണവും. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ചെടികളും ഇത് ഇലച്ചെടികളും പിന്നെ പൂക്കളുള്ള ചെടികളൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇത് മാത്രമല്ല, മറ്റേ ഫ്രൂട്ട്സിന്റെ മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാവ്, പ്ലാവ്, റംബൂട്ടാൻ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. ഓക്കെ.